ദിവസം ആലപ്പുഴ ചാരുമൂട്ടിൽ സമാധാനപരമായി നടന്ന ക്രിസ്മസ് കരോൾ ആഘോഷം സാമൂഹിക വിരുദ്ധർ അലങ്കോലമാക്കി. പാലത്തറ ജംഗ്ഷനിൽ നിന്നും മൂർത്തിവിള ജംഗ്ഷനിലേക്ക് വന്ന യുവാ ക്ലബിന്റെ കരോൾ സംഘത്തിന്റെ നേരെയാണ് നാട്ടുകാരനായ ശ്യാംലാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സാമൂഹിക വിരുദ്ധർ സ്ത്രീകളെന്നോ പിഞ്ചു കുഞ്ഞുങ്ങളെന്നോ ഉള്ള പ്രായഭേദമില്ലാതെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഉപദ്രവിക്കുകയും സ്ത്രീകളുടെ വസ്ത്രമടക്കം വലിച്ചു കീറുകയും ദേഹോപദ്രവം അടക്കം ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സംഘം ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കാണിച്ചതെന്നാണ് ഇരയായവർ ആരോപിക്കുന്നത്. സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായത് അവിശ്വസനീയമാണെന്നാണ് അക്രമത്തിനിരയായവർ പറയുന്നത്. അവർ അടി കണ്ടപ്പോ അവർ അച്ഛന്മാര് കാണും, അവർ ചേട്ടന്മാര് കാണും, അവരെ എടുത്തിട്ട് അടിക്കുന്ന കണ്ടപ്പോഴേ അവർക്ക് അവര് ഇതായി. അതിനുശേഷം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ വീതം ഉള്ളവര്, ഈ കുഞ്ഞിനെ ഞങ്ങള് ഒരാളെ എടുക്കുകയാണെങ്കിൽ അടുത്ത ആൾ എന്റെ അറിയുന്നു. അപ്പൊ ഞങ്ങൾ ആകെ വിഷമിച്ചു പോയി. ഇവർക്ക് ആദ്യം അടിക്കും സാധനം വെച്ച് സ്ത്രീ എന്നുള്ള യാതൊരു പരിഗണനയില്ല. വന്നിട്ട് ചവിച്ചുമായിരുന്നു. വന്നിട്ട് പിള്ളേരെ തന്നെ പിടിച്ചെന്ന് തെള്ളി ആരും ശ്രദ്ധിക്കുന്നില്ല. കുഞ്ഞുങ്ങളാണെന്നോ സ്ത്രീകളാണെന്നോ ചേട്ടന്മാർ അങ്ങനെയുള്ള പരിഗണനയില്ല. ഇവരൊക്കെ തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ ഭയപ്പെടുത്തുന്ന ഈ ഒരു അനുഭവം നേരിട്ടതിനെ പറ്റി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുമുണ്ടായി. ഒരു പ്രകോപനവും കൂടാതെ കുറെ ആൾക്കാർ വന്നേച്ച് നമ്മുടെ ഈ ഗ്യാങ്ങിലോട്ട് ഇടിച്ചു കയറി പിള്ളേരെ അടക്കം സ്ത്രീകളെ അടക്കം അടിക്കുന്നത്. അത് ഇവരെന്തിനാ അടിക്കുന്നതെന്ന് പോലും നമുക്ക് ഒറ്റ സെക്കൻഡ് ഇവർ എന്തിനെങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചിന്തിച്ചു. കാരണം നമുക്കൊന്നും അറിയത്തില്ല. പെട്ടെന്ന് ഈ അക്രമത്തിന് പിന്നിലുള്ളവർ സ്ഥിരം കുറ്റവാളികളാണെന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. ഇവരൊരു 10-20 ആൾക്കാർ റോഡ് സെന്ററിൽ നമ്മൾ എപ്പോ അവിടെ വണ്ടി കൊണ്ട് നിർത്തുന്നു, ആ വണ്ടി നിർത്തി ആരാണ് നിർത്തുക അല്ലാതെ അവർ ആ റോഡ് സെന്ററിൽ അവർ മാറാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ ശല്യമായിട്ട് അത് കറക്റ്റ് ശല്യമാണ്. കാരണം ഒരു വണ്ടി നമ്മളായ ഇന്നലെ തന്നെ ഈ കരോൾ നടക്കുന്ന 4 മുക്കിലോട്ട് ഈ കരോൾ പോകുന്ന സമയത്ത് ഞാൻ അവിടെ പാസ് ചെയ്തതാണ്. ഞാൻ ആ ജംഗ്ഷനില് റോഡിന് സെന്റർ അത് ബൈ റോഡാണ്. അതുകൊണ്ട് പറഞ്ഞാൽ എപ്പോഴും വണ്ടി വരുന്നല്ല. അവിടെ നിർത്തിയ സമയത്ത് ഇതിൽ വരുന്ന ഒരാൾ വന്നിട്ട് റോഡിന് സെന്ററിലാണ് വണ്ടി നിർത്തുന്നത്. സ്ഥിരം നമ്മൾ കാണുന്ന ആൾക്കാരാണ് പകുതി പുറത്തു നിന്നുള്ള ആൾക്കാരാണ്. ഇത് എവിടുന്ന് വന്നോ എന്തിനു വന്നോ നമുക്കറിയത്തില്ല. സ്ഥിരം ഞങ്ങളെല്ലാം പോകുന്നതും വരുന്നതും ഈ ഒരു വഴി മുതലേ, അതായത് ഇവരിയ്ക്കുന്ന, അതായത് ഈ ആക്രമി സംഘം ഇരുന്ന ആ വഴിയിലൂടെയാണ് നമ്മൾ പോവുകയും വരികയും ചെയ്യുന്നത്. മുന്നോട്ട് കാരണം നമുക്ക് മക്കളുണ്ട്, ഫാമിലി ഉണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും പേടിയാണ് അടുത്തത് എന്ത്, ഇനി നമ്മൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അടുത്ത അവരുടെ എന്താണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും വരുന്ന ആ ഒരു പേടി ഞങ്ങൾക്കും ഉണ്ട്. അതേസമയം ഇത്തരത്തിലൊരു അക്രമം നടന്നിരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ ആണെന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്.